വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നിന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കടത്തുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടേക്കാം, ഇറങ്ങി വാടാന്ന് വിളിക്കുകയാണ്. അന്നേരമാണെങ്കിൽ കമലം പറയുന്നുണ്ട് ഇതാരോ വെച്ച പണിയാണെന്ന് പറയുമ്പോൾ അതൊന്നും ആയിരിക്കില്ലടാ, ചുമ്മാ പേടിപ്പിക്കാനായിരിക്കും, എന്തെങ്കിലും ചില്ലറ കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇറങ്ങുന്നുണ്ട്. കമലിനും അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം അവർ കയറി പരിശോധിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സാറേ, അത് നന്നായിട്ട് അടുക്കി പറക്കിയൊക്കെ വെച്ചേക്കുകയാണ്, നമ്മുടെ കഞ്ഞി കുടി മുട്ടിക്കല്ലേ എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് നമുക്ക് കുടിക്കാം, കഞ്ഞി കുടിക്കേണ്ട, നമുക്ക് സ്പിരിറ്റ് കുടിക്കേടാന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ആകെ അന്തം വിട്ട് എന്താണ് കമല ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവർ വണ്ടിയിൽ പരിശോധിക്കുന്ന 2 പോലീസുകാർ, എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാർ നോക്കിയ ശേഷം സാറേ സാധനം ഉണ്ട് എന്ന് പറയുകയാണ്. 2 കന്നാസ് നിറച്ചുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു നോക്കുകയാണ്. അന്നേരം ഈ കന്നാസും പൊക്കി പിടിച്ചുകൊണ്ട് അവർ എൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അവരുടെ കൂടെ പോലീസുകാരെല്ലാം കൂടി ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇത് കാണുകയാണ്. അന്നേരം സ്പിരിറ്റോ എന്നിങ്ങനെ പറഞ്ഞ് 2 അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് വേറെ ഉണ്ടോ എന്ന് നോക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ പോലീസുകാർ ബാക്കി അന്വേഷിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവും കമലിനും സംഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആരോപിച്ച പണിയാണെന്നുള്ളത് കമലം പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു വണ്ടിയിൽ കുറേ മീഡിയക്കാരൊക്കെ വരുന്നുണ്ട്. അവർ ക്യാമറയൊക്കെ ഇങ്ങോട്ട് ഓണാക്കുകയാണ്. അന്നേരമാണെങ്കിൽ വേറെ ഉണ്ടോ എന്ന് നോക്ക്, അവരെയും കൂടി ചേർത്ത് വെച്ച് ഇവന്മാരെയും കന്നാസും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുക എന്നിങ്ങനെ ഈ പോലീസുകാർ, എക്സൈസുകാർ മീഡിയക്കാരോട് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കമലം പറയുകയാണ് ആശാനെ ഇത് ആശാനെ ലക്ഷ്യം വെച്ചല്ല, ഏട്ടത്തിയമ്മയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യടാ. അന്നേരം ആശാനെ ഒന്നും നോക്കണ്ട, അവർ ക്യാമറയും തൂക്കി വരുന്നതിന് മുമ്പ് ആശാൻ രക്ഷപ്പെട്ടു ഓടിക്കുമെന്ന് പറയാം, കുറ്റം ഞാൻ ഏറ്റോളാന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ട, നമ്മൾ 2 കൂടെ ഒരുമിച്ച് മതി എന്ന് പറയുമ്പോൾ വേണ്ട, ആശാൻ പുറത്തുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പാണ്, പിന്നെ ആശാൻ വിട്ടോ മടിച്ച് നിൽക്കണ്ട പൊയ്ക്കോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പോലീസുകാരെ ശ്രദ്ധിക്കുമ്പോൾ അവർ മാറിയെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് ഇവർ ഈ ക്യാമറയായിട്ട് വരുമ്പോൾ വിഷ്ണു ഓടുന്നുണ്ട്. പക്ഷേ കമലിനെ പോലീസുകാർ കമല ഒന്ന് ഓടാൻ ശ്രമിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം കമലിനെ അവന്മാർ പിടിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ പുറകെ ഓടാൻ ഇവർ 2-3 പോലീസുകാർ ഓടുന്നുണ്ട്, ക്യാമറയും ഒക്കെ പോവുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു അങ്ങ് ഓടി ഒരു സൈഡ് റോഡിലേക്ക് കയറുന്നുണ്ട്. അന്നേരം കമലിനെ നന്നായിട്ട് ഇവർ പെരുമാറുന്നുണ്ട്. തുടർന്ന് പറയാണ് നിങ്ങൾക്ക് ആശാനെ കിട്ടാൻ പോണില്ല എന്ന് പറയുകയാണ്. അന്നേരം ആശാനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ മതി എന്ന് പറയുകയാണ്. ആശാൻ ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ പണ്ടേ ഫസ്റ്റാണ്, കിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം നിന്നെ മതി, നിന്നെ കൊണ്ട് ഞങ്ങൾ നിൻ്റെ ആശാനെ വരുത്തിച്ചോളാം, പിന്നെ നിനക്കിന്ന് ഭേഷമായിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഓ സാറേ അടി വരവ് വെച്ചിരിക്കുന്നു എന്നിങ്ങനെ വേദനയുണ്ട് അടികൊള്ളുന്ന കമലിന്. പക്ഷേ അവർ വിഷ്ണു രക്ഷപ്പെട്ടതിൽ ഇങ്ങനെ കമലൻ സന്തോഷിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം അവിടെ രോഹിത്തിൻ്റെ അവിടെ സത്യഭാമയുടെ പഴയ വീട്ടിൽ പിന്നെ ശ്യാമയാണെങ്കിൽ അവിടെ ഇങ്ങനെ കട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ നിലത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞ എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കരുത്, കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഓർത്ത് ശ്യാമ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പിന്നെ രോഹിത്ത് ഇങ്ങനെ ആടി വരുന്നുണ്ട്. അന്നേരം എന്താടി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത്, പിന്നെ നാട് വിട്ടുപോയ നിൻ്റെ അച്ഛൻ ചത്തോ അതോ നിൻ്റെ അച്ഛൻ വന്നാലും നിൻ്റെ ഇതുപോലെ ആയിരിക്കുമല്ലോ നിൻ്റെ അമ്മയുടെയും പ്രതികരണം എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് ആകെ ദേഷ്യത്തിൽ രോഹിത്തിൻ്റെ ആ നടപ്പും ആടിയുള്ള നിൽപ്പും കണ്ടിട്ട് ശ്യാമയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്, സങ്കടവും വരികയാണ്. അന്നേരം ഒന്നാതെ രോഹിത്ത് എനിക്ക് തലവേദന എടുത്തിരിക്കുകയാണ്, അതിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിലും നിനക്കിപ്പോൾ കിടക്കാൻ നേരത്ത് നിനക്ക് തലവേദന ഉള്ളതാണല്ലോ, അതിപ്പോൾ എന്നോടുള്ള സമരമാണോ അതോ ഇനി ഈ പഴശ്ശി പിന്നെ തന്ത്രം എന്നൊക്കെ പറയും പോലെ അങ്ങനെ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരാ, എനിക്ക് നിന്നെ ഇപ്പോൾ വെറുപ്പാണ്, എനിക്ക് തീരെ വെറുപ്പാണ്, നിന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ആ കട്ടിലേക്ക് ഇരിക്കുകയാണ്. കട്ടിലാണെങ്കിൽ ഒരു ഷീറ്റോ തലവണയോ ഒന്നുമില്ല, വെറും കട്ടിൽ മാത്രമേ ഉള്ളൂ. അവിടെ സാധനങ്ങളൊക്കെ ഒരു റൂം തന്നെയാണ്, പക്ഷേ പണ്ടത്തെ സത്യഭാമയുടെ വീടിൻ്റെ മുറി പോലെയൊന്നും അല്ല. ഒരു കട്ടിലുണ്ട്, ഒരു ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വേറൊന്നും അവിടെ ഇല്ല. അന്നേരമാണെങ്കിൽ പറയുന്ന പിന്നെ ശ്യാമയോട് ഇങ്ങനെ രോഹിത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഞാൻ എൻ്റെ വീട്ടിലെ മനസ്സമാധാനമായിട്ട് കഴിയല്ലായിരുന്നോ, എന്നെ എന്തിനാ കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് വന്നതൊക്കെ നിൻ്റെ ഇഷ്ടം, ഇവിടെ ആരെയും നിർബന്ധമായിട്ട് പിടിച്ച് വച്ചിട്ടൊന്നുമില്ല, നിനക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം, പോകണമെങ്കിൽ പോവാമെന്ന് പറയുമ്പോൾ രോഹിത്തിനോട് ശ്യാമ ചോദിക്കുകയാണ് ഇതിപ്പോൾ ഒരു വീടാണോ, ഇവിടെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് കള്ള് കച്ചവടം നടത്തുന്ന സ്ഥലം, സത്യാമ്മയാണെങ്കിൽ 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പൂജാമുറി വരെ കള്ളുകുപ്പി നിങ്ങൾ കയറ്റി, അപ്പോൾ ഈ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി തീർക്കും എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവിടെ ആരും പിടിച്ചൊന്നും വെച്ചിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന്, ഇവിടെ എനിക്ക് നിങ്ങൾക്ക് കുടുംബമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ കുടുംബമോ ആ ആഗ്രഹമൊക്കെ എനിക്കങ്ങ് പോയി, കുടുംബമായിട്ട് താമസിക്കണമെങ്കിൽ പരസ്പരം ഐക്യം വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, ഇത് എനിക്ക് നിന്നോട് ഇത് 2 ഇല്ല, പിന്നെയല്ലേ കുടുംബം, എനിക്കാണെങ്കിൽ 2 അടിക്കണം, പിന്നെ
പിന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് നിന്നോട് വഴക്കിടണം, എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കണം, അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് രോഹിത് ആ കട്ടിലേക്ക് അങ്ങ് കിടക്കുകയാണ്. അന്നേരവും ശ്യാമ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് സത്രമല്ലേ, ഇത് കുടുംബമൊന്നും അല്ലല്ലോ, ആർക്കും എപ്പോഴും വരാം, വരുന്നവരുടെ മുമ്പിലെല്ലാം കള്ളു കുപ്പിയായിട്ട് നിങ്ങൾ ഇരിക്കുകയും ചെയ്യും, എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രോഹിത് എല്ലാം കേട്ടുകൊണ്ടും കിടക്കുകയാണ്. എന്നിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നീ പറഞ്ഞ സത്രമില്ലേ, അത് തന്നെയാണിത്, ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ വരും പോവും, പിന്നെ ഞാൻ ഈ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് നടത്തുക തന്നെ ചെയ്യും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ പോവാം എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും അങ്ങോട്ട് കട്ടിലേക്ക് കിടന്ന് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരം ശ്യാമ നിന്നങ്ങ് കരയുകയാണ്. രോഹിത് ആ ഒരു മയക്കത്തിലേക്ക് അങ്ങ് വീഴുന്നുണ്ട്. ബോധമില്ലാതെ രോഹിത് എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും രോഹിത്തിനോട് ആ സമയത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ശ്യാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ മുകളിലത്തെ ആ ബാൽക്കണിയിൽ തറയിൽ പോയിരുന്ന് ശ്യാമ അങ്ങ് കരയുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ശാലിനി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സത്യം എഴുന്നേറ്റില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എഴുന്നേറ്റില്ല, രാത്രി ഇപ്പോൾ താമസിച്ചാണ് കിടക്കുന്നത്, ഇന്നലെ ഉറങ്ങിയപ്പോൾ 11 മണിയായി, ഫോണിൽ കളി തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ അതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി തന്നെ ജോലി തുടരുകയാണ്. ഈ സമയത്ത് അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ന്യൂസ് ചാനലൊന്ന് വയ്ക്കുമാടോ എന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെ അനുപല്ലവി പറയുന്നുണ്ട്. ഫോൺ വയ്ക്കുകയാണ്. അന്നേരം അനുപല്ലവി ആകെ ടെൻഷനിലാണ്. തുടർന്ന് ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട് ഫോൺ ന്യൂസ് ചാനൽ വെക്കാൻ പറഞ്ഞു എന്നുള്ളത്. അന്നേരം റിമോട്ട് എവിടെയും നോക്കിയിട്ട് അവർ ചാനൽ വെക്കുമ്പോൾ ഈ ഒരു വാർത്തയാണ് കാണുന്നത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഭർത്താവ് ലോറി ഡ്രൈവറായ വിഷ്ണുവിനെയും ക്ലീനറെയും സ്പിരിറ്റ് കടത്തിൽ പിടിച്ചു, പിന്നെ ക്ലീനർ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ശാലിനി വിഷ്ണുവിൻ്റെ ഹസ്ബൻഡ് ഓടുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പോലീസിൽ നിന്നും വെട്ടിച്ചോടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഓടുന്ന സീനൊക്കെ അതിൽ കാണിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതൊക്കെ എന്തായി കാണുന്നതെന്ന്. അന്നേരം ആ ഒരു അവസ്ഥയിൽ തന്നെയാണമ്മേ ഞാനും നിൽക്കുന്നത് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ന്യൂസ് ചാനലുകൾ ഇങ്ങനെ ഓരോന്ന് പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തികഞ്ഞ മെയ്വഴക്കത്തോടു കൂടി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് വിഷ്ണു ഓടുകയാണ്. അപ്പോൾ ഇത് മുന്നേ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ്, പല നാൾക്കുള്ള ഒരു നാൾ പിടിയിൽ എന്നതുപോലെ തന്നെയാണ് വിഷ്ണുവും ലോറിയും ഒക്കെ നമ്മൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും രഹസ്യാന്വേഷണത്തിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളത് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് അതെ ആ ചന്ദ്രബോസ് അയാൾ തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒളിച്ച് നിൽക്കേണ്ട അവസ്ഥയായില്ലേ എന്നിങ്ങനെ പറയുകയാണ്. കമലിനെ പിടിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടൻ സറണ്ടർ ആയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്തൊക്കെയാണ് പറഞ്ഞൊപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വിഷ്ണുവേട്ടൻ എവിടെയാണെന്നും പറഞ്ഞ് ശാലിനി ഒരുപാട് തവണ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അന്നേരമാണെങ്കിൽ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ എന്തൊക്കെ പെരുപ്പിച്ചുണ്ടാക്കും, സത്യാവസ്ഥ നമ്മൾ പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ അങ്ങ് ടെൻഷനിലാണ്. നമ്മുടെ തെളിയിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഒരു ന്യൂസ് ചാനലിൽ നിന്ന് CNN ന്യൂസ് ചാനലിൽ നിന്നും ഒരു ആൾ പിന്നെ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ ഈ ബിസിനസ്സിൽ മാഡത്തിന് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ, ഇത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശാലിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറയുകയാണ് നിങ്ങൾ കേട്ടതുപോലെ ഈ ഒരു വാർത്ത ഇപ്പോൾ കേട്ടതിൻ്റെ ഷോക്കിലാണ്, എന്താണെന്ന് ഞാൻ അന്വേഷിച്ചറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരമാണ് ശാലിനി പറയുന്നത് സാധാരണ ജീവിതക്കാരുടെ അഭിമാനം വിറ്റ് എങ്ങനെയെങ്കിലും അവർക്ക് ന്യൂസ് ചാനലുകാർക്ക് ന്യൂസ് ഉണ്ടാക്കിയാൽ മാത്രം മതി, അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കിയാൽ മാത്രം മതി, മനുഷ്യനെ ഇന്നേ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ശാലിനി ടെൻഷനിലാണ്. വിഷ്ണുവിനെ വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ വിഷ്ണുവിന് ആ ഫോണാണെങ്കിൽ കിട്ടുന്നില്ല. വിഷ്ണുവേട്ടൻ എവിടെയാണെന്ന് അറിയാനും പറ്റുന്നില്ലല്ലോ, ഒളിക്കാൻ വേണ്ടി എവിടെയെല്ലാം ഓടിയിട്ടുണ്ടാകും, ചന്ദ്രബോസിൻ്റെ കയ്യിൽ കിട്ടിയാൽ കലി തീർക്കുമെന്നുള്ള വിഷ്ണുവേട്ടൻ അറിയാം, അതുകൊണ്ടായിരിക്കും പിടി കൊടുക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയങ്ങ് ഇതിപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഇതിപ്പോൾ ആരോടാന്ന് വിളിച്ച് ചോദിക്കുകയാണ്. അന്നേരം നമ്മൾ എന്ത് പാവമാണ് ചെയ്തത്, ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അന്നേരം അനുപല്ലവി ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. തുടർന്നാണെങ്കിൽ പിന്നെ ശാലിനി വീണ്ടും ഓരോ ചാനലിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ചാനലുകാരാണ് ഇനിയിപ്പോൾ അവർക്ക് പറഞ്ഞു നടക്കാനായിട്ടൊരു വാർത്തയായല്ലോ, കളക്ടറുടെ ഭർത്താവാണെന്നറിയുമ്പോൾ വാർത്തയ്ക്ക് ഇത്തിരി ഇമ്പം അങ്ങോട്ട് കൂടുകയും ചെയ്യും, ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് അവർക്കും കുട്ടികളും കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതല്ലേ, നമ്മുടെ ഇന്നൊരു ദിവസത്തെ മാനസികാവസ്ഥ പോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പരസ്പരം വിഷമിച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനുപല്ലവി എത്തുന്നുണ്ട്.
തുടർന്ന് അനുപല്ലവി വന്ന് പറയുന്നുണ്ട്, മാഡം വ്യക്തമായ എന്തോ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള കളി തന്നെയാണിത്. മാഡത്തിനെതിരെ കൂട്ടത്തോടെയുള്ള ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. പിന്നെ മാഡത്തിൻ്റെ ഈ പിന്നെ കളക്ടർ പദവിയുടെ മറവിലാണ് വിഷ്ണു സാർ ഈ കച്ചവടം സ്പിരിറ്റ് കടത്ത് നടത്തുന്നത് എന്ന് വരെ ഒരു ധാരണ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ നമ്മുടെ ഓഫീസിലുള്ളവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശത്രുതാ മനോഭാവമുള്ളവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു നിരപരാധിയാണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും മോളെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഒളിവിൽ കഴിയുന്ന വിഷ്ണു സാറിന് എന്തായാലും തെളിയിക്കാനായിട്ട് സാധിക്കില്ല. മാഡം വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ നമുക്ക് മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ലോറിയിൽ കന്യാസ് സഹിതം അത് സ്പിരിറ്റ് പിടിച്ച സ്ഥിതിക്ക് അവർ പിന്നെ ഈ വാർത്ത മൊത്തം ആവും. പക്ഷേ അത് വച്ചത് ആരാണെന്ന് നമ്മൾ മുന്നിൽ കൊണ്ടുവരിക, അതുമാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പല ഭാഗത്തു നിന്നും പിന്നെ പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ തളരാതെ മാഡം പിടിച്ചു നിൽക്കുക തന്നെ വേണം. മാഡവും ഭർത്താവും കൂടി ഒരുമിച്ച് ചേർന്നാണ് ഇത് നടത്തുന്നത് എന്ന് വരെ പറഞ്ഞേക്കാം. പക്ഷെ തളരരുത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ആ ഒരു ധൈര്യം വരികയാണ്. അന്നേരം ശാരദാമ്മയും പറയുന്നുണ്ട്, ഒളിവിൽ കഴിയുന്ന വിഷ്ണുവിന് എന്തായാലും തെളിയിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിനക്ക് സാധിക്കുമ്പോൾ ഈശ്വരൻ്റെ സഹായത്താൽ നിനക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈ പ്രതിസന്ധി ഘട്ടവും നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. നിന്നെ കൊണ്ടത് കഴിയും മോളെ എന്നിങ്ങനെ ശാരദാമ്മ ഉറപ്പിച്ച് പറയുമ്പോൾ ശാലിനിക്ക് ആകെ ഒരു ധൈര്യം എന്ന പോലെ കിട്ടുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ഉറച്ച് തീക്ഷ്ണമായ കണ്ണുകളോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ ആ വയ്യാത്ത കൈക്ക് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ ചായയുമായിട്ട് വന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഭാമ, ഞാൻ ചായ ചോദിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ചോദിച്ചില്ലെങ്കിലും മിച്ചം വന്ന പാല് ചായ ആക്കിയെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ചായ വയ്ക്കുന്നതും കുടിക്കുന്നതും ഒക്കെ നമ്മൾ മാത്രമാണ്. വിഷ്ണു ഇവിടെ നിന്ന് ശരിക്കും ഭക്ഷണം പോലും കഴിക്കാറില്ല എന്നിങ്ങനെ പറയും. ഏത് നേരം ഓട്ടോ എന്നും പറഞ്ഞുള്ള പോക്കല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതവന് ഓട്ടം ഉണ്ടായിട്ട് തന്നെയാണ് ഭാമയെ, അല്ലാതെ നീ കരുതുന്ന പോലെ അവനെപ്പോഴും ശാലിനിയെ കാണാൻ പോവുകയൊന്നുമല്ല. അവനെ അങ്ങനെ ഒളിച്ചു പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നിയമപ്രകാരമായിട്ട് അവളിപ്പോഴും അവൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോൾ അച്ഛനും മകനും കൂടി ഇപ്പോൾ ഒറ്റക്കെട്ടായല്ലോ. പക്ഷേ എൻ്റെ ചോദ്യം എത്ര സഹായിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങൾക്ക് അവൾ കൃത്യമായ മറുപടി തന്നിട്ടില്ല. അതുകൊണ്ട് അതൊന്നും മറക്കാനും എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി തരണം എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്. അവളെ കാണാനും ബീച്ചിൽ പോകാനും കറങ്ങാനും പല സ്ഥലത്ത് പോകാനുള്ള ലൈസൻസാണ് അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലി. അതുകൊണ്ട് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കലഹക്കാരിയും പ്രശ്നക്കാരിയും ഞാനായല്ലേ, മോന് ചേർന്ന് അച്ഛൻ തന്നെയെന്നും പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞിട്ട് ഫാമ ആകെ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, നായയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാൽ നായ്ക്ക് കൂടി തോന്നണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. അതേസമയം അടുക്കളയിലേക്ക് പോയ സത്യഭാമയാണെങ്കിൽ വിഷ്ണു ഇതുവരെ വന്നില്ലല്ലോ, ഫോൺ അവൻ വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അന്നേരം രാഘവൻ നായർ പതി അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, വിഷ്ണുവിനെയാണോ വിളിക്കുന്നത്, അവനെ ശാരദാമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പോയി കാണും. അന്നേരം രാഘവേട്ടൻ ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 100 വരുന്നുണ്ട്. അന്നേരം സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ഓടി ചെല്ലുന്നത്. അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ, ഇനി അതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ മോളെ എന്നിങ്ങനെ രണ്ടുപേരും കൂടി ചോദിക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അന്നേരമാണ് ഇനിയാണ് 100 പറയുന്നത് വിഷ്ണുവേട്ടൻ്റെ ലോറിയിൽ നിന്നും സ്പിരിറ്റ് പിടിച്ചു എന്നുള്ളതും ഈ വിഷ്ണു ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതൊക്കെ പറയുമ്പോൾ സത്യഭാമയൊക്കെ അങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന സീനാണ്. അതിനുശേഷമാണ് ഇനി ശാലിനി കളക്ടറേറ്റിൽ ചെല്ലുന്നതും ആ ഒരു പിക്ചറൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതും ഒക്കെ. പക്ഷേ ഈ ഒരു പ്രശ്നമൊക്കെ ശാലിനി അവിടെ തരണം ചെയ്യുക തന്നെ ചെയ്യും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്